നമസ്കാരം, ഞാൻ ഡോക്ടർ ഡാനി സണ്ണി, മുണ്ടകപ്പാടം മന്ദിരം ആശുപത്രിയിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ സർജനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഈ കഴിഞ്ഞ നവംബർ 14 ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച ഒരു സേവനം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു രോഗമാണല്ലോ പ്രമേഹം. അതിൽ തന്നെ രോഗികളും ഞങ്ങൾ സർജന്മാരും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റിക് ഫുട്ട് എന്ന ഒരു കോംപ്ലിക്കേഷൻ. പ്രമേഹ രോഗികളുടെ കാലിൽ ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകാവുന്ന ഡാമേജസും കൊണ്ടും കാലിലേക്കുള്ള ചെറിയ ചെറിയ ഞരമ്പുകൾക്കുണ്ടാകാവുന്ന ഡാമേജസ് കൊണ്ടും കാലിൽ വരാൻ സാധ്യതയുള്ള ചെറിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ മുഖാന്തരം വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ എല്ലാത്തിനെയും കൂടെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പദമാണ് ഡയബറ്റിക് ഫുട്ട്. ഡയബറ്റിക് ഫുട്ടിന്റെ സാധാരണ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: വ്രണങ്ങൾ, കാലിൽ കുമളകൾ പോലെ വരുന്നത്, കാലിൽ ഉണ്ടാകുന്ന ചുളുചുളുപ്പ്, കാലിൽ ഉണ്ടാകുന്ന വേദനകൾ, കാലിലോ പാദങ്ങളിലോ ഉണ്ടാകുന്ന കുമളകൾ, വ്രണങ്ങൾ, തഴമ്പുകൾ, കാലിലും പാദത്തിലും സ്പർശിക്കുമ്പോൾ അത് അറിയാൻ പറ്റാതിരിക്കുക, ചൂട്, തണുപ്പ് മുതലായ സെൻസേഷൻസ് അറിയാതിരിക്കുക, അറിയാതെ ഇടയ്ക്ക് കാലിൽ നിന്ന് ചെരുപ്പ് വഴുതി പോവുക, കാലിന് ബലക്കുറവ് ഉണ്ടാകുക, കാലിലെ രോമങ്ങൾ ഇല്ലാതാകുക, കാലിലും കാലിലെ വിരലുകളിലും ഉണ്ടാകുന്ന രൂപവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിന് ഉണ്ടാകാവുന്ന ചേഞ്ചസ്, കാലിൽ ഉണ്ടാകാവുന്ന ഇൻഫെക്ഷൻസ്, കാലിലെ എല്ലുകളിൽ ഉണ്ടാകാവുന്നതും പേശികളിൽ ഉണ്ടാകാവുന്നതുമായ ഓസ്റ്റിയോമൈലൈറ്റിസ് മുഖാന്തരമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഡയബറ്റിക് ഫുട്ടിന്റെ ഭാഗമായിട്ട് വരാം. ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്നുള്ള വരാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് നമ്മൾ കൈയോ കാലോ അല്ലെങ്കിൽ അംഗങ്ങളോ മുറിച്ചെടുക്കുക എന്നുള്ള ഒരു അവസ്ഥ. എന്നാൽ ഈ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. ഈ ചാലഞ്ച് ഏറ്റെടുത്ത് അതിനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്ന് തിരിഞ്ഞ് വന്ന ഒരു കോൺസെപ്റ്റാണ് ഞങ്ങളുടെ പാദം ക്ലിനിക്. പാദം ക്ലിനിക്കിന്റെ ഭാഗമായിട്ടുള്ളവര് സർജൻ, ഫിസിഷ്യൻ, ഡയറ്റീഷ്യൻ, ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ്, ഫിസിയോതെറപ്പിസ്റ്റ് എന്നിവരാണ്. ഇതിന്റെ ഭാഗമായി പുതിയതായി നമ്മൾ കൊടുക്കുന്ന സർവീസസിൽ ബയോതീസിയോമെട്രി അഥവാ കാലിലെ സെൻസേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പുതിയൊരു മെത്തേഡ്, മോണോഫിലമെന്റ് ടെസ്റ്റ്, ഡോപ്ലർ ടെസ്റ്റ്, അതുകൂടാതെ പ്രമേഹത്തിൻ്റെതായിട്ടുള്ള ഷുഗേഴ്സ് ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈല്, ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. സർജൻ കാലിൻ്റെതായിട്ടുള്ള വ്രണങ്ങളും അതേപോലെ തന്നെയുള്ള തഴമ്പ് മുതലായവ ട്രീറ്റ് ചെയ്യുന്നതിനും, ഫിസിഷ്യൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷുഗർ കൺട്രോളും, ട്രെയിൻഡ് സ്റ്റാഫ് ബയോതീസിയോമീറ്റർ, ഡോപ്ലർ സ്റ്റഡി മുതലായ ടെസ്റ്റുകൾ പെർഫോം ചെയ്യുകയും, ഡയറ്റീഷ്യൻ ആവശ്യാനുസരണമുള്ള ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കേണ്ട മോഡിഫിക്കേഷൻസ് പറഞ്ഞു തരികയും, കാലിലോ അംഗങ്ങളിലോ ഒക്കെ ഡാമേജസ് ഉള്ളവർക്ക് ഫിസിയോതെറപ്പി മുഖാന്തരം അത് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള എക്സസൈസസ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഫിസിയോതെറപ്പിസ്റ്റും ഈ ടീമിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ സേവനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിന്റെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് അടുത്ത ഭാഗങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.